ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LNThing. നമ്മളെന്നാ ഒരു മാത്സ് പസിലാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ഒരു സർക്കിളിൻ്റെ കാൽ ഭാഗം തന്നിട്ടുണ്ട്. അതായത് ക്വാഡ്രന്റ് ഓഫ് ദ സർക്കിൾ ഈസ് ഗിവൺ. ഇവിടെ രണ്ട് സെമി സർക്കിൾ ഉണ്ട്. നോക്കിക്കേ, ഇവിടെ ഒരു സെമി സർക്കിൾ, ഇവിടെ ഒരു സെമി സർക്കിൾ. ബാക്കി ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുക. എങ്ങനെയാണ് നമ്മൾ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കാണുന്നത്? ആ ക്വാഡ്രന്റ് ഏരിയയിൽ നിന്ന് രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ equals area of quadrant minus area of semicircle 1 semicircle 2, area of S1 minus area of S2. ക്വാഡ്രന്റ് നമുക്ക് AQ എന്ന് കൊടുക്കാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് AQ മൈനസ് ഏരിയ ഓഫ് S1 മൈനസ് ഏരിയ ഓഫ് S2. ഇങ്ങനെ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഓരോന്നിൻ്റെയും ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് നോക്കിക്കേ, ഹാഫ് സർക്കിൾ ആണ്. ക്വാഡ്രന്റ് മീൻസ് 1/4 ഓഫ് ദ സർക്കിൾ. സെമി സർക്കിൾ മീൻസ് ഹാഫ് സർക്കിൾ. അപ്പോൾ 1/4 πr². ഇവിടെ റേഡിയസ്, ഇവിടെ നോക്കിക്കേ, ക്വാഡ്രന്റിൻ്റെ റേഡിയസ് 8 എന്ന് തന്നിട്ടുണ്ട്. ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് വരും. അപ്പം 1/4 π ഇൻറ്റു 8 ഇൻറ്റു 8 ടു 16 π മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ക്വാഡ്രന്റ് കിട്ടി. നമുക്കിനി അടുത്ത് എന്താണ് ചെയ്യാനുള്ളത്? ഏരിയ ഓഫ് സെമി സർക്കിൾ 1 ആൻഡ് ഏരിയ ഓഫ് സെമി സർക്കിൾ 1. ഏരിയ ഓഫ് സെമി സർക്കിൾ 1 ഇവിടെ നോക്കിക്കേ, ഡയമീറ്റർ 8, അപ്പോൾ റേഡിയസ് എത്ര? 4. ഹാഫ് πr² ഈക്വൽസ് ഹാഫ് π ഇൻറ്റു റേഡിയസ് എത്ര? 4 ഇൻറ്റു 4. ക്യാൻസലിങ് 4 to 8 π മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഏരിയ ഓഫ് സെമി സർക്കിൾ 2, ഇതിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് റേഡിയസ് അറിയത്തില്ല. അറിയോ? ഇതിൻ്റെ റേഡിയസ് അറിയത്തില്ല. അപ്പം മൊത്തം നീളം ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര? 8 ആണല്ലേ. അപ്പം ഇതാണ് റേഡിയസ്. ഇത് നമുക്ക് അറിയണം. അതിന് ഞാൻ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇതിപ്പോൾ റേഡിയസ് അല്ലേ, ഇതിന് 6 എന്ന് കൊടുക്കാം. ഇതും 6. പിന്നെ ഇവിടുത്തെ റേഡിയസുമായിട്ട് ജോയിൻ ചെയ്യും. നോക്കിക്കേ, ഇതെത്ര? ഈ റേഡിയസ് എത്ര? 4. നമുക്ക് ഇവിടെ നിന്നൊരു ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് ഇതെന്താണ്? 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് നോക്കിക്കേ, സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വരുന്നത്. എൻ്റെ ഫിഗർ നോക്കണ്ട, ഇച്ചിരിയൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കേ, പൈതഗോറസ് തിയറം വെച്ച് പ്രൂവ് ചെയ്യാം. റേഡിയസ് സെമി സർക്കിൾ 2 നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ മൊത്തം നീളം ഇവിടം തൊട്ട് ഇവിടം വരെ 8, ഇവിടം വരെ 6 ആണെങ്കിൽ ഇത് എത്ര? 8 മൈനസ് R. അപ്പം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് പേര് വേണമെങ്കിൽ കൊടുക്കാം. ABC. ഇൻ ട്രയാങ്കിൾ ABC, hypotenuse square 4 plus R. Hypotenuse square equals base square ഇത് എത്ര? 4 plus altitude square 8 minus R whole square. ഇവിടെ എത്ര വരും? 16 plus 8R plus R² equals 16 plus 64 minus 16R plus R². R² cancel, 16 cancel. ഓക്കെ, നമുക്ക് ഇത്ര വരെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ -16R കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരാം. 8R പ്ലസ് അപ്പോഴെന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും. ഈക്വൽസ് 64. 24R ഈക്വൽസ് 64. 16 8 24. അപ്പോൾ 6 നമുക്ക് കിട്ടത്തില്ലേ? Therefore R is equal to 64/24. 8 വെച്ച് ക്യാൻസൽ ചെയ്യാം. 8 8 64, 8 3 24. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? 8/3 എന്ന് കിട്ടി. നമുക്ക്
ഡെസിമലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയസ്, ഈ ചെറിയ സെമി സർക്കിൾ S2ൻ്റെ റേഡിയസ് 8/3 എന്ന് കിട്ടി. ഇനി അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് S2 ഈക്വൽസ് half pi r square equals half pi into radius 8/3 എന്നല്ലേ, 8/3 into 8/3 ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 8 4 32 pi by 9 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇനി സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഷെയ്ഡഡ് പോർഷൻ ഈക്വൽസ് ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് മൈനസ് ഏരിയ ഓഫ് സെമി സർക്കിൾ 1 മൈനസ് ഏരിയ ഓഫ് സെമി സർക്കിൾ 2. ഏരിയ ഓഫ് ക്വാഡ്രൻറ്റ് നമുക്ക് എത്ര കിട്ടി? 16/8 ഇല്ലേ, 16 pi മൈനസ് ഏരിയ ഓഫ് സെമി സർക്കിൾ 1 എത്രയാണ് കിട്ടിയത്? ഏരിയ ഓഫ് സെമി സർക്കിൾ 2 എത്ര കിട്ടിയത്? 8 pi മൈനസ് 32/9 pi equals 16 minus 8 is 8 pi minus 32/9 pi equals cross multiply 8 9 72 pi minus 32 pi by 9. Subtract ചെയ്യുമ്പോൾ കിട്ടും 40 pi by 9. അപ്പോൾ പൈയുടെ വാല്യൂ ഇട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടിരിക്കാം. പൈയുടെ വാല്യൂ ഇടുമ്പോൾ 40/9 ഇൻറ്റു 3.14 എന്ന് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ ആൻസർ ആ ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ഡെസിമൽ പ്ലസിന് എഴുതാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്ന ആൻസർ? 13.95 എന്ന് കിട്ടും. 13.955 എന്ന് കിട്ടും. രണ്ട് പ്ലേസിന് എഴുതിയിരിക്കുകയാണ്. കറക്റ്റ് ടു 1 പ്ലേസ് ആകുമ്പോൾ എന്താണ് 14.0 എന്ന് പറയാം. 14 മീറ്റർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നല്ല ബസ്സിലല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിലുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.